teaching learners with disabilities. Okay, a child with learning disability is one with adequate mental ability, sensory process, and emotional stability who has a limited number of specific deficits in perceptual expressive process which severely impaired learning deficiency. അതാണ് അസോസിയേഷൻ ഫോർ ചിൽഡ്രൻ വിത്ത് ലേണിംഗ് ഡിസബിലിറ്റി USA പറഞ്ഞിട്ടുള്ളത്. കുട്ടികൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, മീൻസ് എന്താണ് ഈ ലേണിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഡിസബിലിറ്റീസ് ഉണ്ട് കേട്ടോ. ഫിസിക്കലായിട്ടുള്ള ഡിസബിലിറ്റീസ്, ഇമോഷണൽ, അതുപോലെയുള്ള ഒരുപാട് രീതിയിലുള്ള ഡിസബിലിറ്റീസ് ഉണ്ട്. അപ്പം നമ്മൾ ഇന്ന് ജനറലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ഒരു സ്പെസിഫിക്കായി നമ്മൾ പറയുന്ന കുറച്ച് ഡിസബിലിറ്റീസ് മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, ദെൻ ദ കോസസ് ഓഫ് ലേണിംഗ് ഡിസബിലിറ്റീസ്. എന്തൊക്കെയാണ് കോസസ് അതിന് ലേണിംഗ് ഡിസബിലിറ്റീസ് ഉണ്ടാവാൻ? ജനറ്റിക് ഹെറിഡിറ്ററി ഫാക്ട്സ് ഉണ്ട്, അതായത് നമ്മുടെ പാരമ്പര്യമായിട്ട് ഇപ്പോൾ അങ്ങനെയുള്ള ഡിസബിലിറ്റി ആ ഫാമിലിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ജനറ്റിക്കായി നമ്മളത് ജനറേഷൻ ടു ജനറേഷൻ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ എന്താണ് നമുക്കറിയാം, നമ്മുടെ ഇപ്പം മെമ്മറി, അതുപോലെ ലേണിംഗ് പ്രോബ്ലംസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. അത് കുറേയൊക്കെ ഇപ്പോൾ ഫാദറിന് ഉണ്ടെന്നുണ്ടെങ്കിൽ മദറിന് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മക്കൾക്ക് ചിലപ്പോൾ അത് കിട്ടാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, ചില ഡോക്ടേഴ്സ് പറയും അങ്ങനെ ഇല്ല, അങ്ങനെ പാരമ്പര്യം ഇല്ല എന്ന് പറയും. പക്ഷേ ശരിക്കും നമുക്ക് കുറേ പേർക്ക് നമുക്ക് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ജനറ്റിക് ആൻഡ് ഹെറിഡിറ്ററി ഫാക്ടേഴ്സ്. ദെൻ ഓർഗാനിക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിൻ ഡിസ്ഫങ്ഷൻ കാരണം ഇപ്പം കുട്ടികൾക്ക് ചിലപ്പം അവരുടെ ഒരു ഡെലിവറി ടൈമിൽ അവരുടെ ബ്രെയിനിന് എന്തെങ്കിലും ഇഞ്ചുറി സംഭവിക്കുക, അല്ലെങ്കിൽ അവർ വീഴുകയോ മറ്റേ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഹൈ ഫീവർ എന്തെങ്കിലും ഉണ്ടായിട്ട് അവർക്ക് എന്തെങ്കിലും ബ്രെയിനിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുന്നത് കാരണം ഓർഗാനിക് ഫാക്ടേഴ്സ്. ഓക്കെ, ദെൻ എൻവയറോൺമെൻറ്റൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫിസിക്കൽ, സോഷ്യൽ, കൾച്ചറൽ, സൈക്കോളജിക്കൽ ആയിട്ടുള്ള പല ന്യൂമറസ് ആയിട്ടുള്ള എൻവയറോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ഉണ്ട്. അത് നമുക്ക് പറയാൻ പറ്റും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ നമുക്കറിയാം, ഇപ്പം കുറേ വർഷങ്ങളായിട്ട് നല്ല എഡ്യൂക്കേഷണലി ഫോർവേഡായിട്ടുള്ള ഫാമിലിയിൽ നിന്ന് വരുന്ന കുട്ടികൾ പൊതുവെ വളരെ എന്താ പറയുക ഫോർവേഡായിരിക്കും. മീൻസ് അവർക്ക് ഭയങ്കരമായിട്ട് പഠിക്കാനൊരു ബുദ്ധിമുട്ട് നമുക്ക് കാണാറില്ല. അവർ ഫാദറിൻ്റെ ഫാദർ അല്ലെങ്കിൽ മദർ അങ്ങനെയൊക്കെ എഡ്യൂക്കേഷണൽ സെറ്റപ്പുള്ള ഫാമിലിയിൽ നിന്ന് വരുന്നത്. അതേപോലെ തിരിച്ചും സംഭവിക്കുന്നുണ്ട്. ഇപ്പം എഡ്യൂക്കേഷണലി അത്ര എന്താണ് വെൽ ടു ഡു ഫാമിലി ഒന്നും അല്ല, ഇതുപോലെ എഡ്യൂക്കേഷണലി ബാക്ക്വേർഡായിട്ടുള്ള ഫാമിലിയിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് നോർമലി തന്നെ അവർക്ക് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അത് ഓവർകം ചെയ്തിട്ട് പോകുന്ന കുട്ടികൾ അധികവും ഇല്ല, വളരെ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആ ഒരു എൻവയോൺമെൻറ്റൽ ഫാക്ടർ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ദീസ് ആർ സം ഓഫ് ദ causes of learning disabilities. Then we have learning disability is a disorder related to processing information that leads to difficulties in reading, writing, computing, etc. സീരിയസ് ലേണിംഗ് ഡിസബിലിറ്റീസ് ആയിട്ട് ഇത് ഭവിക്കാറുണ്ട്. മീൻസ് ഇപ്പോൾ നമുക്കിവിടെ തന്നിട്ടുണ്ട് ഡിസ്ലെക്സിയ മീൻസ് ഇറ്റ് ഈസ് എ ഡിഫിക്കൽട്ടി ഇൻ റീഡിങ്. ഓക്കെ, ദാറ്റ് ഈസ് എവിടേക്കാണ് പ്രോബ്ലം വരിക? റീഡിങ്, റൈറ്റിംഗ്, സ്പെല്ലിംഗ്, സ്പീക്കിംഗ്, ഇതിലൊക്കെ പ്രോബ്ലംസ് വരും. ഓക്കെ, അപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ റീഡിങ്ങിനാണ് ഇത് ഏറ്റവും ബാധിക്കുക. അതുകൊണ്ട് പ്രോബ്ലംസ് വരുന്നതാണ്. എങ്ങനെ? റീഡിങ്, റൈറ്റിംഗ്, സ്പെല്ലിംഗ്, സ്പീക്കിങ്ങിലൊക്കെ പ്രോബ്ലംസ് വരുന്നുണ്ട്. റീഡിങ്ങിന് പ്രോബ്ലം വരുന്നത് അതാണ് നമ്മൾ ഡിസ്ലെക്സിയ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡിഫിക്കൽട്ടി ഇൻ റീഡിങ് ആണെന്നുള്ളതാണ്. ഡിസ്കാൽക്കുലിയ മീൻസ് ഡിഫിക്കൽട്ടി വിത്ത് മാത്സ്. ഓക്കെ, മാത്ത്. ദെൻ ഡിസ്ഗ്രാഫിയ മീൻസ് എങ്ങനെയാണ്? ഡിഫിക്കൽട്ടി വിത്ത് റൈറ്റിംഗ്, ദാറ്റ് ഇസ് സ്പെല്ലിങ്, ഹാൻഡ് റൈറ്റിംഗ്, അതൊക്കെ വരും. ഡിഫിക്കൽട്ടി വിത്ത് റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്നതാണല്ലോ ഇപ്പോൾ ഈ ഹാൻഡ് റൈറ്റിങ്ങും സ്പെല്ലിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ദെൻ ഡിസ്പ്രാക്സിയ, ദാറ്റ് ഈസ് സെൻസറി ഇൻറ്റഗ്രേഷൻ ഡിസോർഡർ, ഡിഫിക്കൽട്ടി വിത്ത് ഫൈൻ മോട്ടോർ സ്കിൽസ്. എല്ലാം കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാനും നമുക്കറിയാം. ഇപ്പം ഒരു റൈറ്റിംഗ് പ്രോസസ്സാണെങ്കിലും ഒരു സ്പീക്കിംഗ് പ്രോസസ്സാണെങ്കിലും ഒക്കെ എങ്ങനെയാണ്? അത് ജസ്റ്റ് ഒരു കാര്യം മാത്രം, ഒരു ഫാക്ടർ മാത്രമല്ല അതിൽ വരുന്നത്, ഒരുപാട് സ്കിൽസ് കൂടി ചേർന്നിട്ടാണ് ഉള്ളത് അല്ലേ. അപ്പോൾ ഇതിനെല്ലാം കൂടി കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകണം. അവരുടെ ആക്ഷൻസ്, അവരുടെ ഐ മൂവ്മെൻറ്റ്, അതുപോലെ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട്സ്, അവരുടെ ഐഡിയാസ്, നമുക്ക് നമ്മുടെ മെൻ്റലി നമുക്കുണ്ടാകുന്ന ഐഡിയാസ് നമ്മൾ പുറത്തേക്ക് വിടുന്ന സമയത്ത് മീൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അത് എല്ലാം കൂടി കോർഡിനേറ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടാണ് ഡിസ്പ്രാക്സിയ എന്ന് പറയുന്നത്. ദെൻ ഡിസ്ഫാസിയ ഓർ അഫാസിയ അല്ലെങ്കിൽ ഡിസ്ഫാസിയ എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടി വിത്ത് ലാംഗ്വേജ് ആണ്. ഓക്കെ, ലാംഗ്വേജ് തന്നെ ബുദ്ധിമുട്ട്, ഡിഫിക്കൽട്ടി വിത്ത് ലാംഗ്വേജ്, ദറ്റ് ഈസ് ഡിസ്ഫാസിയ ഓർ അഫാസിയ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമുക്കിപ്പം
നമ്മൾ റീഡിങ് സ്പെസിഫിക്കായി ബുദ്ധിമുട്ടുണ്ടാവാം, റൈറ്റിംഗ് സ്പെസിഫിക്കായി ബുദ്ധിമുട്ടുണ്ടാവാം, മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവാം, ലാംഗ്വേജ് തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്ന കുട്ടികളുണ്ട്. മീൻസ് ഡിസോർഡേഴ്സ്, ഡിസബിലിറ്റീസ് ആണ് ഡിസ്ഫാസിയ ഓർ അഫാസിയ. ദെൻ ഓഡിറ്ററി പ്രോസസ്സിംഗ് ഡിസോർഡർ. ഓഡിറ്ററി പ്രോസസ്സിംഗ് ഡിസോർഡർ മീൻസ് ദാറ്റ് ഡിഫിക്കൽട്ടി ഹിയറിംഗ് ഡിഫറൻസസ് ബിറ്റ്വീൻ സൗണ്ട്സ്. കുട്ടികൾക്ക് എന്താണ് മീൻസ് കുട്ടികൾക്കല്ല, മുതിർന്നവർ, ഇത് കുട്ടികളെന്നല്ല മുതിർന്നവർ അഡൾട്ട്സായി മാറുന്നത്. അപ്പോൾ അവർ ഇത് തുടർന്ന് പോകും. മീൻസ് ഓഡിറ്ററി പ്രോസസ്സിംഗ് ഡിസോർഡർ മീൻസ് ഡിഫിക്കൽട്ടി ഹിയറിംഗ് ഡിഫറൻസസ് ബിറ്റ്വീൻ സൗണ്ട്സ്. എല്ലാം ഒരുപോലെ കേൾക്കുന്ന ബുദ്ധിമുട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ റീഡിങ് കോംപ്രിഹെൻഷൻ ലാംഗ്വേജിലൊക്കെ അവർക്കത് റിഫ്ലക്റ്റ് ചെയ്യാറുണ്ട്. ഡിഫിക്കൽട്ടി ഹിയറിംഗ് ഡിഫറൻസസ് ബിറ്റ്വീൻ സൗണ്ട്സ്. Now visual processing disorder means difficulty interpreting visual information. Difficulty interpreting visual information. പിന്നെ നമുക്ക് വേറെയും ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പോൾ നമ്മൾ എന്താണ് ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ളതൊക്കെ, അതൊക്കെ നമ്മൾ ഇനി പേഴ്സണാലിറ്റി അതുപോലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ജനറലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ലെക്സിയ, ഡിസ്കാൽക്കുലിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്പ്രാക്സിയ, ഡിസ്ഫാസിയ അല്ലെങ്കിൽ അഫാസിയ, ദെൻ ഓഡിറ്ററി പ്രോസസ്സിംഗ് ഡിസോർഡർ, വിഷ്വൽ പ്രോസസ്സിംഗ് ഡിസോർഡർ ഒക്കെ നമുക്ക് ജനറലായിട്ട് പറയാൻ പറ്റുന്ന സം ഓഫ് ദ കോമൺ ടൈപ്സ് ഓഫ് ലേണിംഗ് ഡിസബിലിറ്റീസ്. ഓക്കെ, നൗ എങ്ങനെ ഇതിനെ ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ദാറ്റ് ഈസ് ബൈ പ്രൊവൈഡിങ് ഓറൽ ഇൻസ്ട്രക്ഷൻ ഫോർ സ്റ്റുഡൻസ് വിത്ത് റീഡിംഗ് ഡിസബിലിറ്റി. ഇപ്പോൾ കുട്ടികൾക്ക് എന്താണ് ഡിസ്ലെക്സിയ ഉള്ളൊരു കുട്ടിയാണെന്ന് എഴുതുക. അപ്പോൾ അത് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? വി ക്യാൻ പ്രൊവൈഡ് ഓറൽ ഇൻസ്ട്രക്ഷൻ. ഓക്കെ, present test and reading materials in an oral format so the assessment is not unduly influenced by lack of reading ability. ദാറ്റ് ഈസ് ആ കുട്ടിക്ക് വായിക്കാനാ ബുദ്ധിമുട്ട്, പക്ഷേ കേൾക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നമുക്കത് ഓറൽ ഫോർമാറ്റിലാക്കിയിട്ട് അവർക്ക് കൊടുക്കാൻ പറ്റും. ദെൻ പ്രൊവൈഡിങ് ലേണിംഗ് ഡിസേബിൾഡ് സ്റ്റുഡൻസ് വിത്ത് ഫ്രീക്വൻറ്റ് പ്രോഗ്രസ് ചെക്സ്. ആ കുട്ടികളെ എപ്പോഴും നിരന്തരം നമ്മൾ അവരെ പ്രോഗ്രസ് എത്രമാത്രം അവർ അച്ചീവ് ചെയ്യുന്നുണ്ട് നോക്കുക. അതല്ലെങ്കിൽ അവർക്ക് അഡീഷണൽ ബൂസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് ആ ഒരു ഗോളിലേക്ക്, ക്ലാസ് ഗോളിലേക്ക്, ഇൻഡിവിജ്വൽ ഗോളിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ ഇത് നമ്മൾ നിരന്തരം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഗിവ് ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് ടു ലേണിംഗ് ഡിസേബിൾഡ് സ്റ്റുഡൻസ്. ദേ നീഡ് ടു സീ ക്വിക്ക്ലി ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വാട്ട് വാസ് ടോട്ട് ആൻഡ് വാട്ട് വാസ് ലേൺഡ്. എപ്പോഴും ഇമ്മീഡിയറ്റ് ആയിട്ടൊരു ഫീഡ്ബാക്ക് കൊടുക്കാൻ ശ്രമിക്കണം ഫോർ ദീസ് സ്റ്റുഡൻസ്, ദീസ് ടൈപ്പ് ഓഫ് സ്റ്റുഡൻസ്. ദെൻ ഡു നോട്ട് എലാബറേറ്റ്. എപ്പോഴും ഷോർട്ടാക്കി, കൺസൈസാക്കി, ഷോർട്ടാക്കി, വളരെ ആ ഒരു കാര്യം മാത്രം പ്രസക്തമായി, ഒരു വേർഡ് പോലും അധികം വരാത്ത രീതിയിൽ നമ്മൾ അവർക്ക് കൊടുക്കണം. കാരണം ഒരുപാട് ടൈം അതിന് മെനക്കെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഫ്രസ്ട്രേറ്റിംഗ് ആയിരിക്കും. കാരണം അല്ലെങ്കിൽ അവർ അഡീഷണൽ എഫേർട്ട് എടുത്താണ് ഇരിക്കുന്നത്. ലേണിംഗ് ഡിസേബിൾഡ് സ്റ്റുഡൻസ് ഹാവ് ഡിഫിക്കൽട്ടി ലേണിംഗ് അബ്സ്ട്രാക്ട് ടേംസ് ആൻഡ് കോൺസെപ്റ്റ്സ്. So whenever possible, provide them with concrete objects and events, items that can touch, hear, smell, etc. ഇപ്പോൾ നമ്മൾ ഏറ്റവും പ്രയാസം വരുന്നൊരു കാര്യമാണ് അബ്സ്ട്രാക്ട് ടേംസ് ആൻഡ് കോൺസെപ്റ്റ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ലേണിംഗ് എന്ന് പറയുന്നതിൻ്റെ ബേസിക് എലമെൻറ്റ്സ് നമ്മൾ ആൽഫബറ്റ്സ് ആണല്ലേ. ആൽഫബറ്റ്സ് നമുക്ക് വളരെ സിമ്പിളായ കാര്യമായിട്ട് തോന്നും. ബട്ട് എ, ബി, സി, ഡി എന്നൊക്കെ പറയുന്നത് എന്താണ്? വളരെ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ടേംസ് ആൻഡ് കോൺസെപ്റ്റാണ്. ഒരു ട്രയാങ്കിൾ രൂപത്തിന് നടുവിലൊരു വര വരച്ചാൽ അതിന് എ എന്നാണ് പറയുക എന്നുള്ളത് ഒരു ലേണിംഗ് പ്രോബ്ലം ഉള്ള കുട്ടിക്ക് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്താണ്? അബ്സ്ട്രാക്ട് ടേമാണത്, അബ്സ്ട്രാക്ട് കോൺസെപ്റ്റാണത്. അതുകൊണ്ടാണ്. അപ്പോൾ എപ്പോഴും തൊട്ട് അറിഞ്ഞ് ആ രീതിയിൽ പഠിക്കാനാണ് അവർക്ക് കഴിയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വി ഹാവ് ടു പ്രൊവൈഡ് ദം വിത്ത് കോൺക്രീറ്റ് ഒബ്ജക്ട്സ് ആൻഡ് ഇവൻറ്റ്സ്. Now they need a lot of specific praises. മീൻസ് എന്താണ്? നമ്മളിപ്പം നന്നായി എഴുതി, നന്നായി പഠിച്ചു, അങ്ങനത്തെ രീതിയിലല്ല. ഇങ്ങനെ എഴുതിയപ്പോൾ വളരെ നന്നായി, ആ രീതിയിൽ സ്പെസിഫിക് ആയിട്ടുള്ള പ്രൈസ് അവർക്ക് ആവശ്യമാണ്. റിപ്പീറ്റ് ഇൻസ്ട്രക്ഷൻസ് ഓർ ഓഫർ ഇൻഫർമേഷൻ ഇൻ ബോത്ത് റിട്ടൺ ആൻഡ് വെർബൽ ഫോർമാറ്റ്. Again, it is vital necessary that learning disabled children utilize as many of their sensory modalities as possible. അപ്പോൾ ചിൽഡ്രൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എല്ലാ രീതിയിലുള്ള മൊഡാലിറ്റി, സെൻസിബിലിറ്റീസ്, ഒരു ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഓവർ പവർ ചെയ്യുന്ന രീതിയിൽ അവരുടെ മറ്റുള്ള സെൻസസ് അവർ നന്നായി യൂസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ വി ഹാവ് ടു പ്രൊവൈഡ് ഓൾ ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്, ഓൾ ടൈപ്പ് ഓഫ് വെറൈറ്റീസ്, റിട്ടൺ, വെർബൽ, ഓഡിയോ, ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും നമ്മൾ പല രീതിയിൽ റിപ്പീറ്റ് അടിച്ച് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അവർക്ക് വേഗം അത് ഉൾക്കൊള്ളാൻ പറ്റും. Then encourage cooperative learning activities. That means teaching with cooperative learning when possible. Create an atmosphere in which a true community of leaders
ലേണേഴ്സ് ഈസ് ഫെസിലിറ്റേറ്റഡ് ആൻഡ് എൻഹാൻസ്ഡ്. എങ്ങനെയാണ്? കൂട്ടത്തിൽ ഇരുത്തിക്കൊണ്ട് അവരെ പഠിപ്പിക്കുക, കൂട്ടമായി ഇരുന്നുകൊണ്ട് കുട്ടികൾ അപ്പം ഒരേ കാര്യം തന്നെ മറ്റുള്ള കുട്ടികളൊക്കെ റിപ്പീറ്റ് ചെയ്യുന്ന കാണുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കായി അത് പഠിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇവരെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഈ ലേണിംഗ് പ്രോബ്ലം ഉള്ള കുട്ടികളെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതും അതിനനുസരിച്ച് അവരുടെ ഒരു ലെവലിനനുസരിച്ച് നമ്മൾ അവരുടെ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് കുറച്ച് കൊടുത്ത് ബേസിക്കിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അവരെ പരമാവധി ബൂസ്റ്റ് ചെയ്ത് മുന്നിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു രീതി. Now, multi-sensory approach to learning that take advantages of all the senses in helping these students enjoy, appreciate and learn. അപ്പോൾ മൾട്ടി സെൻസറി ആയിട്ടുള്ളൊരു അപ്രോച്ച് കൊടുക്കുക മീൻസ് അവർക്ക് ഒരു ബുദ്ധിമുട്ടാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ട് ഓവർകം ചെയ്യാൻ നമ്മൾ എല്ലാ രീതിയിലുള്ള അപ്പീലിംഗ് ആയിട്ടുള്ള മൾട്ടി സെൻസറി ആയിട്ടുള്ള ഒരു അപ്രോച്ച് കൊടുക്കലാണെങ്കിൽ സോ ദാറ്റ് വി ക്യാൻ ടീച്ച് disabled students in a better way. Okay. So the most important thing is that to identify the students with learning problems.